ഒരു ഞെട്ടലിലായിരിക്കും അർജന്റീനൻ ആരാധകരൊക്കെ തന്നെ ഉണ്ടാവുക. സ്വാഭാവികമായും ഒരു തോൽവി, ആ തോൽവിയിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അത്രയും മനോഹരമായിട്ടായിരുന്നു കേപ്പ് വെർദെ തങ്ങളുടെ മത്സരം കളിച്ചത്. വലിയ സമ്മർദ്ദം അർജന്റീനയ്ക്ക് മുന്നിൽ വെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ കേപ്പ് വെർദെ വിജയത്തിലേക്ക് പോകുമോ എന്ന് വരെ നമ്മൾ തോന്നിയതാണ്. കാരണം ഒന്നിന് അടിക്ക് മറുപടി എന്ന നിലയിൽ തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ പോയത്. മെസ്സിയിലാണ് അർജന്റീന തുടങ്ങിയത്. മെസ്സിയുടെ ഗോൾ വരുന്നു. ആ ഗോളിൽ അർജന്റീന മുന്നോട്ട് പോകുമ്പോൾ 59-ാം മിനിറ്റിൽ ദുരത്തയുടെ ഗോളിൽ കേപ്പ് വെർദെ സമനില ഗോൾ പിടിക്കുന്നു. ആ സമനിലയുമായി 90 മിനിറ്റിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് വേണ്ടി മുന്നേറ്റമുണ്ടാക്കുന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ലോപ്പസ് കേപ്പ് വെർദെയുടെ ഗോൾ നേടി സമനിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പിന്നീടാണ് സെൽഫ് ഗോളിലാണ് അർജന്റീനയുടെ വിജയം. ആ സെൽഫ് ഗോള് അബദ്ധവശാൽ കയ്യിൽ തട്ടി, അതായത് ബൊസീഞ്ഞോയുടെ പൊസിഷൻ മാറുന്ന ഒരു സമയം, ആ സമയത്തേക്ക് അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിലായിരുന്നു. അതായത് അർജന്റീന താരത്തിന്റെ തലയിൽ നിന്ന് പന്ത് ബൊസീഞ്ഞോയുടെ കയ്യിലേക്ക് തന്നെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ കേപ്പ് വെർദെയുടെ താരത്തിന്റെ കയ്യിൽ പന്ത് തട്ടുന്ന ആ നിമിഷമാണ് ചെറിയൊരു വേരിയേഷൻ ആ പന്തിനുണ്ടാകുകയും പന്ത് ആ മൂലയിലേക്ക് മാറുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ആ ഗോൾ അവിടെ വീഴുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ മത്സരത്തിന്റെ ആകെ തുക എടുത്താൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയാൽ ഒരു പക്ഷേ അത്ര എളുപ്പമാവില്ല. അതായത് ഇപ്പോൾ കണ്ട വെല്ലുവിളിക്ക് അപ്പുറത്തേക്ക് അർജന്റീനയ്ക്ക് പോകേണ്ടി വരുമായിരുന്നു. കാരണം അവിടെ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, അത് ബൊസീഞ്ഞയാണ്. കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ കേപ്പ് വെർദെ നമ്മൾ കണ്ടതാണ്. ആ കേപ്പ് വെർദെ തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക്, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെ തങ്ങളുടെ നോക്കൌട്ട് പോരാട്ടത്തിലേക്ക് എത്തിയത്. അതേ കേപ്പ് വെർദെ അവസാനം, അതായത് 90 മിനിറ്റ്, സാധാരണ കളിയുടെ ഒരു 90 മിനിറ്റ് എന്ന് പറയുന്ന ആ സമയത്ത് സമാനമായ രീതിയിൽ തന്നെ സമനില സംവിധാനത്തിൽ മാത്രമാണ് നിന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ തോൽവി അറിയാൻ നിൽക്കുന്നു. പിന്നീടാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സമയത്താണ് കേപ്പ് വെർദെ തോൽവിയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ എടുത്തു പറയേണ്ടത് ബൊസീഞ്ഞോ തന്നെയാണ്. ബൊസീഞ്ഞോയുടെ, അതായത് മെസ്സിയും ലോത്താരോ മാർട്ടിനസും അതുപോലെ തന്നെ മറ്റുള്ളവരുമെല്ലാം റൊമേരോയും ഒക്കെ അടങ്ങിയ വൻ നിരയാണ്, ജൂനിയർ അൽവാരസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ പിടിച്ചു നിർത്താൻ ബൊസീഞ്ഞോ കഴിഞ്ഞു. ഒരുപക്ഷെ ബൊസീഞ്ഞോ എന്ന് പറയുന്ന ഒരു കാവൽ മാലാഖ ആ ഗോൾ പോസ്റ്റിന് കീഴിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 5-0 6-0 അർജന്റീന ജയിക്കേണ്ട, അല്ലെങ്കിൽ 6 ഗോളെങ്കിലും അർജന്റീന അടിക്കുമായിരുന്നു. കാരണം അത്രയധികം ഷോട്ടുകൾ മെസ്സിയുടെ കാലിൽ നിന്ന് വരെ വരുന്നുണ്ടായിരുന്നു. സാധാരണ ഒരു ടീമിനെതിരെ മെസ്സി വളരെ സമർത്ഥമായി അടിക്കുന്ന പല പന്തുകളും വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവുമില്ലാതെ ബൊസീഞ്ഞോ കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മാത്രമല്ല കേപ്പ് വെർദെയുടെ പ്രതിരോധത്തെയും നമുക്ക് മറന്നുകൂടാ. കേപ്പ് വെർദെയുടെ പ്രതിരോധം വളരെ കൃത്യമായി മെസ്സിയെ ബ്ലോക്ക് ചെയ്തു, അവരെ മെസ്സിയെ പൂട്ടി എന്നുള്ളതാണ്. അതായത് ബോക്സിന് സമീപത്തായി 4 കാവൽ ഭടന്മാരാണ് അണിനിരുന്നത്. അവരാണ് മെസ്സിയുടെ നീക്കങ്ങളെ തകർത്തത്. മാത്രമല്ല ഒരുപക്ഷെ ഈ കഴിഞ്ഞ കളികളിലാകെ തന്നെ പലപ്പോഴും അർജന്റീൻ ടീമിനെതിരായ ഒരു വിമർശനം എന്ന് പറയുന്നത് മെസ്സിക്ക് ഗോളടിക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ജൂലിയൻ അൽവാരസിന് ഒറ്റയ്ക്ക് കയറാവുന്ന, മുന്നേറ്റ് കൊണ്ടുപോകുന്ന പന്തുകളിൽ പോലും, അതായത് ബോക്സിന് അടുത്തെത്തിയ പന്ത് പോലും മറിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതൊക്കെ നമ്മൾ ഈ കാഴ്ചയിൽ കണ്ടു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കളികളായി അർജന്റീന കളിയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട പോരായ്മ, മൈനസ് പാസുകൾ ക്ലിയർ ചെയ്യുന്നതിൽ വലിയ പോരായ്മ അർജന്റീനയ്ക്ക് ഉണ്ടാകുന്നു. അത് ഈ പോരാട്ടത്തിന് കണ്ടു. കഴിഞ്ഞ ദിവസം ഫുട്ബോളിന്റെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇതേ കളിയുമായി അർജന്റീന ഫ്രാൻസിന്റെ അടുക്കേക്ക് എത്തിയാൽ എംബാപ്പയും ഡിംബലയൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതിനു മുൻപേ തന്നെ അർജന്റീനയുടെ എന്താണ് അർജന്റീനയുടെ പോരായ്മകളെന്ന് ഫുട്ബോൾ ആരാധകർ, അർജന്റീനൻ ആരാധകരെല്ലാം തന്നെ കണ്ടത് ഈ കേപ്പ് വെർദെയുമായുള്ള മത്സരമാണ്. കേപ്പ് വെർദെക്ക് അഭിമാനിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യം, ദ്വീപസമൂഹങ്ങൾ ചേർന്നൊരു രാജ്യം. ആ രാജ്യം ആദ്യ ലോകകപ്പിനെത്തുന്നു. അവിടെ അർജന്റീനയെ വിറപ്പിച്ചവർ മടങ്ങുകയാണ്. ഒരു പക്ഷേ അടുത്ത ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഇതായിരിക്കില്ല കേപ്പ് വെർദെ എന്ന് വളരെ ശക്തമായ ഒരു സന്ദേശം അവർ നൽകുന്നു. അത്രയധികം ഒരു പ്രയത്നം ആ ടീമിന് പിന്നിലുണ്ട്. അർജന്റീനയുടെ പോരാട്ടത്തിൽ നമ്മൾ കുറച്ച് കാണുന്നില്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. കാരണം അർജന്റീനക്കാർ പോലും സമ്മതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നവർ കേപ്പ് വെർദെയുടെ പോരാട്ട വീര്യം തന്നെയാണ്. അതവർ തങ്ങളുടെ സുവർണ്ണ നാളുകളായി കുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകകപ്പിൽ നിന്ന് വിട പറയുന്നത്. ഇനി അർജന്റീനയെ സംബന്ധിച്ച് ഈജിപ്ത് ആണ് എതിരാളികളായി അടുത്ത ഘട്ടത്തിൽ വരുന്നത്. മുഹമ്മദ് സലയുടെ ടീമാണ്. സ്വാഭാവികമായും വലിയ വെല്ലുവിളി. പക്ഷേ ഈ കാണുന്ന കേപ്പ് വെർദെയുടെ ഒരു വെല്ലുവിളി അവിടെ ഈജിപ്ത് ഉയർത്തുമെന്ന് അറിയില്ല. കാരണം സലയ്ക്ക് അപ്പുറത്തേക്ക് മറ്റു താരങ്ങളൊന്നും തന്നെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നവരല്ല. ഷൂട്ടൌട്ടിലാണ് ഈജിപ്തിന്റെ വരവ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികളില്ല. ഇതിൽ തന്നെ, അതായത് ബൊസീഞ്ഞയെ പറയുമ്പോൾ തന്നെ എമിലിയാനോ മാർട്ടിനസിന്റെ ഒരു വലിയ സേവ് ഉണ്ട്. ലോപ്പസ് എടുത്ത
ആ കോർണർ അതൊരു പക്ഷേ എമിലിയാനോയുടെ ഏതെങ്കിലും ഒരത്തിൽ സ്ഥാനം മാറിയിരുന്നെങ്കിൽ അത് അകത്തേക്ക് കയറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3-3 എന്ന നിലയിലേക്ക് വരികയും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകും. ഏതായാലും വലിയ മത്സരം, നേരത്തെ മായ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഫുട്ബോളിനെ വലിയ തരത്തിൽ അടുത്തറിയാത്ത അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോകാത്ത പലരും പോലും ഞെട്ടിത്തെറിച്ചൊരു മത്സരമാണ്. അർജന്റീന ആരാധകരെ സംബന്ധിച്ച് അവർ ആ ജെട്ടിൽ നിന്ന് മുക്തരായോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കാണ്. ഏതായാലും അർജന്റീന ജയിച്ചിരിക്കുന്നു. ലോക ചാമ്പ്യന്മാർ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അവർ അകത്തേക്ക് തന്നെയാണ്. കേപ്പ് വെർദെ തല ഉയർത്തിപ്പിടിച്ച ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. മായ. ശരി, പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.